നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. വായിൽ പലതരത്തിലുള്ള പാടുകളും വ്രണങ്ങളും വരാം. ഇത് അൾസർ മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് കാരണമാകാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെ ഓറൽ മെഡിസിൻ ആൻഡ് ഓങ്കോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ടിങ്കി ബോസ് സിയുണ്ട്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. നമസ്കാരം ഡോക്ടർ, ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മുടെ വായിൽ വരുന്ന പല പാടുകളും ഇത്തരത്തിൽ ക്യാൻസറോ അല്ലെങ്കിൽ അൾസറോ ഒക്കെ ആയി മാറാനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും നമ്മുടെ വായ എന്ന് പറയുന്നത് അത്രയും സെൻസിറ്റീവായ ഒരു പാർട്ടാണ്. നമുക്ക് പലതരത്തിലുള്ള തടുപ്പുകളും വ്രണങ്ങളും എല്ലാം വരുന്നൊരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തെല്ലാം തരത്തിലും നിറത്തിലുമുള്ള പാടുകളും വ്രണങ്ങളും തടുപ്പുകളും മറ്റും കണ്ടാലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അവതാരക പറഞ്ഞതുപോലെ നമ്മുടെ വായിൽ ചെറിയ വ്രണങ്ങൾ മുതൽ വലിയ ക്യാൻസർ കൊണ്ടുണ്ടാകുന്ന വലിയ വ്രണങ്ങൾ വരെ വായിൽ വരാം. അതുപോലെ തന്നെ വായിലെ നമ്മുടെ ശരീരത്തിൻ്റെ കണ്ണാടിയായിട്ടാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുണ്ടാകുന്ന പല അസുഖങ്ങളും നമുക്ക് വായിൽ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, വായിൽ മാത്രമായും നമുക്ക് ഈ പറഞ്ഞ വ്രണങ്ങളും പല നിറത്തിലുള്ള പാടുകളും കാണാം. ഏറ്റവും കോമണായി വായിൽ കാണുന്നത് വെളുത്ത പാടുകളും ചുമന്ന പാടുകളുമാണ്. വെളുത്ത പാടുകൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. ചില പാടുകൾ നമ്മളിങ്ങനെ തുടച്ച് സ്ക്രേപ്പബിൾ എന്നും പറയും. അതായത് നമ്മളതിനെ തുടച്ച് കഴിയുമ്പോൾ ആ പാടുകൾ മാറും. അത് ഏറ്റവും കൂടുതലായി കാണുന്നത് ഈ പൂപ്പൽ രോഗങ്ങൾ ഉള്ളപ്പോഴാണ്. അല്ലാത്ത ചില പാടുകൾ, വെള്ളപ്പാടുകൾ നമ്മളിനി തുടച്ചാലും എന്ത് ചെയ്താലും അത് മാറാതെ തന്നെ നിൽക്കും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ പാടുകളാണ്. അതുപോലെ ചുമന്ന പാടുകളും കാണും. ഈ ചുമന്ന പാടുകൾ ചിലപ്പോൾ വ്രണങ്ങളായി കാണാം. അതല്ലാതെ ഈ വെള്ളപ്പാടുകളുമായി സമ്മിശ്രമായി ചുവപ്പും വെള്ള നിറത്തിലുള്ള പാടുകളും ഒക്കെ നമുക്ക് വായിൽ കാണാൻ സാധിക്കും. ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കിപ്പം ഒരു വിളർച്ചയുള്ള ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വായിൽ മൊത്തത്തിൽ ഒരു ചെറിയ പെയിൽനെസ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പിങ്ക് കളറാണ് നമുക്ക് വായിലെ തൊലിക്കുള്ളത്, അത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് കാണപ്പെടും. അതുപോലെ തന്നെ നമുക്ക് മഞ്ഞപ്പിത്തം വരികയാണെങ്കിൽ വാ മൊത്തം മഞ്ഞ കളറിൽ കാണപ്പെടും. വായിലെ ആ തൊലിക്ക് നല്ല മഞ്ഞ നിറം കാണാൻ സാധിക്കും. അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾ വായിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ അല്ലാതെ പറഞ്ഞ വായിലെ ഈ വെള്ളപ്പാടുകളും ചുമന്ന പാടുകളും വായിൽ മാത്രമായിട്ട് കാണും. അത് ഏറ്റവും കൂടുതലായിട്ട് ഈ വെള്ളപ്പാടുകൾ വരുന്നത് ഒന്ന് നമുക്ക് ഈ പറഞ്ഞ കാൻഡിഡിയാസിസ് ഓർ പൂപ്പൽ രോഗം കൊണ്ടാണ്. അതല്ലാതെ ഈ പുകയില, മദ്യപാനം അല്ലെങ്കിൽ പുകയില ചവയ്ക്കുക എന്നീ ദുശീലങ്ങളുള്ളവർക്ക് വായിൽ ക്യാൻസറിന് മുന്നോടിയായിട്ടും വായിൽ വെള്ളപ്പാടുകൾ കാണാം. ഡോക്ടർ, അത് വ്യക്തമാണ്. ഇപ്പോൾ ഡോക്ടർ പല പാടുകളെ പറ്റിയെല്ലാം സംസാരിച്ചു. ഇത് ഏതൊക്കെ തരത്തിലുള്ള പാടുകൾ കണ്ടാലാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത് അല്ലെങ്കിൽ ചികിത്സ തേടേണ്ട സാഹചര്യം? പലപ്പോഴും ഈ വായിൽ വരുന്ന പാടുകളെല്ലാം നമ്മൾ അത്ര ഗൗരവപൂർവ്വം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണല്ലോ. അപ്പം ഏതൊരു തരം പാടുകൾ കണ്ടാലായിരിക്കും ഡോക്ടർ നമ്മൾ ചികിത്സ തേടേണ്ടത്? എന്നുവെച്ചാൽ ചില പാടുകൾ നമുക്ക് ഒരു ശല്യവും ഇല്ലാതെ വായിക്കാതിരിക്കും. അതായത് ഇപ്പം അതൊരു പ്രത്യേക എന്തെങ്കിലും ഒരു അസുഖം കൊണ്ട് വരുന്നതാകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ രണ്ട് പല്ലുകൾ തമ്മിൽ ചേരുന്ന മുകളിലത്തെയും താഴത്തെയും താടിയിലെ പല്ലുകൾ തമ്മിൽ ചേരുന്ന ഭാഗത്ത് കവിളുകളിലായി വര പോലെയുള്ള വെള്ളപ്പാടുകൾ കാണും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ആ പല്ല് നമ്മൾ കടിക്കുമ്പോൾ അത് ആ കവിളിൽ ഇങ്ങനെ കൊണ്ടിട്ടുണ്ടാകുന്നതാണ്. അതവിടെ ഒരു നിരുപദ്രവകാരിയായി എത്ര കാലം വേണമെങ്കിലും ഇരിക്കും. പക്ഷേ ചില പാടുകൾ വെള്ളയും ചുമപ്പും നമുക്ക് ഭയങ്കരമായ നീറ്റലുണ്ടാക്കും. എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ എരിവുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ളതോ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റൽ അനുഭവപ്പെടാം. അതേസമയം ഈ ക്യാൻസർ കൊണ്ടുണ്ടാകുന്ന പാടുകളാണെങ്കിൽ അത് വെള്ള നിറത്തിലിരിക്കാം, അല്ലെങ്കിൽ വെള്ളയും ചുമന്ന കളറിലും രണ്ടും കൂടി സമ്മിശ്രമായിട്ടിരിക്കാം, അല്ലെങ്കിൽ ചുമപ്പ് മാത്രമായിട്ട് ഇതുപോലെ വലിയ വ്രണങ്ങളായിട്ടും വരാം. അത് ആദ്യത്തെ പ്രാരംഭ ദിശകളിലൊന്നും അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും പേഷ്യൻറ്റിന് അനുഭവപ്പെടത്തില്ല. കുറച്ച് കഴിയുമ്പോഴാണ് പേഷ്യൻറ്റിന് വേദന കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ഈ വേദന ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? ഡോക്ടറിനെ ഉടനെ തന്നെ കാണും. പക്ഷേ വേദനയില്ലാത്ത പാടുകൾ നമ്മൾ വിചാരിക്കും നാളെ കാണാം, മറ്റന്നാൾ കാണാം എന്നും പറഞ്ഞ് നമ്മളത് വെച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് നമുക്ക് സൂക്ഷിക്കേണ്ടത്. അപ്പം ഇതൊരു നിരുപദ്രവകാരിയായ വെള്ളപ്പാടാണോ അതോ നമുക്ക് ചികിത്സ ആവശ്യമുള്ള വെള്ളപ്പാടാണോ എന്നറിയാൻ തീർച്ചയായും ഒരു ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു കൺസൾട്ടേഷൻ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ അവർക്ക് അത് നമുക്ക് എന്തെങ്കിലും ചികിത്സ ആവശ്യമുള്ളതാണോ, അല്ലെങ്കിൽ അത് ബയോപ്സി അല്ലെങ്കിൽ ചതയെടുത്ത് പരിശോധിക്കേണ്ട ഒരു അസുഖമാണോ എന്ന് കൃത്യമായിട്ട് പറയാൻ ഒരു ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജിസ്റ്റിനെ കഴിയൂ. അപ്പോൾ അത് ഉള്ള സ്പെഷ്യാലിസ്റ്റുകളുള്ള ഡെൻ്റൽ ക്ലിനിക്കുകളിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലുള്ളതോ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള എവിടെയാണോ ഡോക്ടറിൻ്റെ സേവനമുള്ളത് അവിടെ കാണിച്ചാൽ മാത്രമേ നമുക്കൊരു കറക്റ്റ് ഡയഗ്നോസിസ് അതിനകത്ത് എത്തിച്ചേരാൻ പറ്റൂ. ഡയഗ്നോസിസ് കറക്റ്റായി കഴിഞ്ഞാലേ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഫലവത്താകത്തുള്ളൂ. തെറ്റായ ഡയഗ്നോസിസ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അനാവശ്യമായി പേഷ്യൻറ്റിനെ ഒരു ബയോപ്സിക്കോ അല്ലെങ്കിൽ അനാവശ്യമായി പേഷ്യൻറ്റിന് ചില മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അപ്പം കറക്റ്റ് ഡയഗ്നോസിസ് ഇത് ഏത് പാടായാലും വെള്ളയായാലും മഞ്ഞയായാലും ചുമപ്പായാലും അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ ഈ പറഞ്ഞ പാടുകളായാലും അല്ലെങ്കിൽ വായിൽ നമുക്ക് വരുന്ന വേദനകളോ അങ്ങനെയുള്ള എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഡോക്ടർ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്? ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വായിൽ ഈ വെള്ളപ്പാട് കാണുന്നത് ഏറ്റവും കോമൺ, അത് പ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് പനി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും. ഈ ആൻറ്റിബയോട്ടിക്സ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് വായ്ക്കകത്ത് ഈ പൂപ്പൽ രോഗം വരും. അതാണ് കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്ന വെള്ളപ്പാടുകൾ. ഇനി ഒരു മുതിർന്നവരിൽ, അതായത് നല്ല പ്രായമുള്ളവരിലാണെങ്കിൽ, ഇതുപോലെ നേരത്തെ പറഞ്ഞ പുകയില, മദ്യപാനം എന്നീ ദുശീലങ്ങൾ ഉള്ളവരിലാണെങ്കിൽ ഈ ലൂക്കോപ്ലേക്യ എന്ന് പറയുന്ന ഒരു വെള്ളപ്പാട് കാണാം. പിന്നെ ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ വളരെ സർവ്വസാധാരണമായി ഇപ്പം കാണുന്ന ഒരു അസുഖമാണ് ഓറൽ ലൈക്കൻ പ്ലാനസ്. ലൈക്കൻ പ്ലാനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ത്വക്ക് രോഗമാണ്, ശരീരത്തിൻ്റെ ത്വക്കിൽ വരുന്ന രോഗമാണ്. അത് പക്ഷേ വായയെയും അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ അത് വായിൽ മാത്രമായും കാണാം. അങ്ങനെ ഉള്ളപ്പോഴാണ് അതിനെ ഓറൽ ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്നത്. ലൈക്കൻ പ്ലാനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ത്വക്ക് രോഗമാണ്. അത് നമ്മുടെ വായിലെ ചർമ്മത്തെയും അത് ഹാരമായി ബാധിക്കുകയും ചിലപ്പോൾ അത് വെറും വെള്ള കളറിൽ കുറേ വരകൾ പോലെ കാണപ്പെടും. ചിലപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറുത്ത പാടുകൾ കാണും. ചിലപ്പോൾ അതിൻ്റെ കൂടെ വ്രണങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചുമന്ന പാടുകളോ കാണും. ഈ ചുമന്ന പാടുകൾ കാണപ്പെടുമ്പോഴാണ് പേഷ്യൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അതായത് വേദന, നീറ്റൽ ആദ്യമായവ ഉണ്ടാകുന്നത്. അതാണ് അതിൻ്റെ മെയിൻ കാരണം. പിന്നെ ചുമന്ന പാടുകൾ ഈ പറഞ്ഞ പോലെ ക്യാൻസറിന് മുമ്പായിട്ട് ചിലപ്പം ഈ സ്ത്രീകളിൽ നമുക്ക് ഒരു ഹാബിറ്റും കാണില്ല, നമുക്ക് ദുശീലങ്ങളും കാണില്ല. അങ്ങനത്തെ സ്ത്രീകളിൽ പോലും ഇപ്പോൾ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പോലെയുള്ള വൈറസിൻ്റെ ആ ഒരു കാരണം കൊണ്ട് നാക്കിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഈ ക്യാൻസറുകൾ കാണാറുണ്ട്. ഒരു ദുശീലവും കാണത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ പല്ല് തട്ടി മുറിഞ്ഞാണ് നമ്മുടെ വായിൽ ഒരു വ്രണം ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ അതിനെ വളരെ ശ്രദ്ധയോടുകൂടി കാണണം. എന്ന് വെച്ചാൽ അത് നമുക്ക് ചെറിയ കാര്യമല്ല. ഇങ്ങനെ പല്ലുകൾ തട്ടിയോ അല്ലെങ്കിൽ വായിൽ വെക്കുന്ന കൃത്രിമ പല്ലുകളിലെ കമ്പിയോ അല്ലെങ്കിൽ അതിൻ്റെ പല്ലുകളോ തട്ടി ഉണ്ടാകുന്ന വ്രണങ്ങൾ കുറേ നാൾ ദീർഘകാലം അത് വ്രണമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ ഒരു ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പല്ല് തട്ടി ഉണ്ടാകുന്ന വ്രണങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയും എത്രയും പെട്ടെന്ന് ഒരു വൈദ്യൻ്റെ സഹായം ഡോക്ടറുടെ സഹായം തേടുകയും ചെയ്യേണ്ടതാണ്. ഡോക്ടർ, വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് സംശയവുമായി. കോഴിക്കോട് നിന്ന് അജേഷ് ആണ്. അജേഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, എൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു. സാർ, എൻ്റെ മകൻ ഇപ്പം 4 വയസ്സായി. അപ്പം ഇതേപോലെ വായിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഈ വൈറ്റ് ആയിട്ട് വരിക. അപ്പം എരിവുള്ള ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. മോന് വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ? വേറെ ന്യൂറോഫൈബ്രോമാന്റെ ചെറിയൊരു ഇതുണ്ട്. അതെവിടെ, സ്കിന്നിലാണോ ഉള്ളത്? തൊലിപ്പുറത്താണോ? സ്കിന്നിലാണ്. വായിക്കകത്തില്ലല്ലോ അതല്ലേ? വായിക്കകത്തില്ല. ഓക്കെ. അപ്പൊ മോൻ എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കാറുണ്ടോ? സ്ഥിരമായി എന്തെങ്കിലും മരുന്ന് കഴിക്കാറുണ്ടോ കുഞ്ഞ്? ഒന്നുമില്ല. ഒരു ഇതിന്റെ മുമ്പ് ഫിക്സ് വന്നപ്പോഴും വാൾപോള് ഇതെല്ലാം കഴിക്കാറുണ്ടായിരുന്നു. എന്തോ ഫിറ്റ്സ് വരാറുണ്ടോ കുട്ടിക്ക്? ഉണ്ട്. അപ്പൊ ഫിറ്റ്സിന്റെ മരുന്ന് കഴിക്കാറുണ്ട്? ഉണ്ട്. ഓക്കെ. ഇപ്പോഴും കഴിക്കുന്നുണ്ടോ? ഇപ്പോഴും കഴിക്കുന്നുണ്ട്. ഓക്കെ. കുഞ്ഞിന് പനി വരാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഇല്ല, പനി വരാറില്ല. അല്ലാതെ തന്നെ വായില് നാക്കിന്റെ പുറത്താണോ ഈ കാണുന്നത് പാടുകൾ? നാക്കിന്റെ പുറത്താണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും സാധാരണ നാക്കിന്റെ പുറത്ത് ഇങ്ങനെ വെള്ളപ്പാടുകൾ കണ്ടാൽ എന്താണ് ചെയ്യുന്നത്? ഡോക്ടറെ കാണിച്ചപ്പോ എന്നോട് പറഞ്ഞു അത് ഒരു പ്രായം വരെ ഉണ്ടാവും എന്ന് പറഞ്ഞത്. അല്ല, ഡോക്ടറെ കാണിച്ചിട്ടേ അത് മാറാറുള്ളൂ, തനിയെ മാറാറില്ല. തനിയെ പോവും, പിന്നെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരും. അത് ചിലപ്പോൾ ഈ നമ്മൾ കഴിക്കുന്ന നമ്മുടെ നാക്കിന്റെ പുറത്ത് നമുക്ക് ടേസ്റ്റ് ബഡ്സ്, അതായത് നമുക്ക് ഈ ടേസ്റ്റ് അറിയാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു ഇത് നമ്മുടെ നാക്കിന്റെ പുറത്തുണ്ട്. അതാണ് നാക്കിന്റെ പുറത്ത് വളരെ റഫായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റഫായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കുകയും അവിടെ രോഗാണുക്കൾ വരികയും അവിടെ ചെറുതായിട്ട് ഈ ടേസ്റ്റ് ബഡ്സിനെ ചെറുതായിട്ട് ഇൻഫ്ലെയിം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും അവിടെ ഒരു വെള്ളപ്പാട് നമുക്കിങ്ങനെ വരും നാക്കിൻ്റെ പുറത്ത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഈ ടങ് ക്ലീൻ ചെയ്യണം, പല്ല് മാത്രമല്ല നാക്കും ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ഈ ടങ് ക്ലീനർ വെച്ചല്ല നാക്ക് ക്ലീൻ ചെയ്യേണ്ടത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് വാങ്ങിച്ചിട്ട് അത് വെച്ച് വേണം നാക്ക് ക്ലീൻ ചെയ്യാൻ. അങ്ങനെ ചെയ്യാൻ പറഞ്ഞോ? ഡോക്ടർ പറഞ്ഞോ അങ്ങനെ ചെയ്യാൻ? അത് പറഞ്ഞില്ല. അന്ന് മെഡിക്കൽ ഡോക്ടറിനെ ആണോ കണ്ടത്? മെഡിക്കലാണ്. അതുകൊണ്ടായിരിക്കാം. അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് കുഞ്ഞിന്റെ വളരെ സോഫ്റ്റ് ആയിരിക്കണം ബ്രിസിൽസ്, വെരി സോഫ്റ്റ് എന്ന് കിട്ടും. ആ ബ്രിസിൽസ് വെച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്ത് നോക്കൂ. എന്നിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കോഴിക്കോടല്ലേ അല്ലേ, കോഴിക്കോട് ഡെന്റൽ കോളേജിൽ ഓറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ ഒന്ന് കാണിച്ചോളൂ കേട്ടോ. അതായത് OP ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാറുന്നില്ലെങ്കിൽ ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കൂ. അതിനുശേഷം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചികിത്സയും തേടേണ്ട കാര്യമില്ല. അതെല്ലാം വീണ്ടും വരുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കാണിച്ചു നോക്കൂ. ഓക്കെ. താങ്ക് യു.
പ്രേക്ഷകന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു ഡോക്ടർ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അൾസർ മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്തെല്ലാമാണ് ഓരോന്നിൻ്റെയും ലക്ഷണങ്ങൾ? ഈ വ്രണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വായിൽ കോമൺ ആയിട്ട് കാണുന്നത് ആഫ്തസ് അൾസർ അല്ലെങ്കിൽ വായ്പുണ്ണ് എന്ന് നമ്മൾ സാധാരണക്കാർ പറയുന്ന അസുഖമാണ് ഏറ്റവും കൂടുതലായി വായിൽ കാണുന്ന വ്രണം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ബ്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അറിയാതെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു കടി കൊണ്ടിട്ട് നമുക്ക് വായിൽ വ്രണങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ വ്രണങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു 5 തൊട്ട് 7 ദിവസം വരെ കൊണ്ട് യൂഷ്വലി നമ്മൾ മരുന്നൊന്നും കഴിച്ചില്ലെങ്കിലും അങ്ങ് മാറും. ഈ വായ്പുണ്ണിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഹാരം കഴിക്കാൻ അതിഭീകര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഭയങ്കരമായ വേദന തോന്നും. എസ്പെഷ്യലി കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആ വേദന കുറയാനുള്ള അനസ്തെറ്റിക് ക്രീമുകൾ നമ്മൾ ആ കുട്ടികൾക്ക് കൊടുക്കും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, പ്രായവേദ്യം എന്നെ ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖമാണ് വായ്പുണ്ണ്. ഇത് തന്നെ പലതരത്തിലുണ്ട്. മിക്കവാറും ഉള്ളതൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് മാറും. ചില വായ്പുണ്ണികൾ 1 മാസം വരെ നിൽക്കുന്നതുണ്ട്. അതിന് ചികിത്സ വേണ്ടി വരും. അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ആഹാരം കഴിക്കുന്നത് ബുദ്ധിമുട്ടാവും, അപ്പോൾ ആഹാരം എടുക്കുന്നത് ബുദ്ധിമുട്ടാവും, അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ച കൊണ്ടും അത് മാറുന്നില്ല. സാധാരണ 5 ദിവസമാണ്. ഒരാഴ്ച കൊണ്ടും അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വൈദ്യസഹായം ആവശ്യമുണ്ട്. പിന്നെ ക്യാൻസറിൻ്റെ അൾസറുകളാണെങ്കിൽ നമുക്കത് ഒരു സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. അതായത് അതിൻ്റെ ഈ മാർജിനുകളൊക്കെ ഇങ്ങനെ വെളിയിലോട്ട് തള്ളി ഒരു പ്രോളിഫറേറ്റ്, അതായത് നമ്മൾ കോളിഫ്ലവറൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കും വായിക്കാത്തത് ഇരിക്കുന്ന കണ്ടാൽ. അൾസറും കാണും, അതിൻ്റെ കൂടെ ഒരു വളർച്ചയും കാണും. അല്ലാതെ വെറുതെ അൾസർ മാത്രമായിട്ടും ക്യാൻസർ വരാം. അതിപ്പം നമ്മളൊരു ഡോക്ടർ പരിശോധിച്ചാൽ മാത്രമേ അത് ക്യാൻസർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. രോഗിക്ക് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരു ക്യാൻസർ വായിലുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പം നമ്മുടെ ആൾക്കാർ വിചാരിക്കും വായിലൊരു വ്രണം വന്ന് 1 മാസമായിട്ട് മാറുന്നില്ല, എനിക്ക് ക്യാൻസർ ആണെന്ന്. അങ്ങനെ വരുന്ന ഒരുപാട് പേഷ്യൻസ് നമുക്കുണ്ട്. എസ്പെഷ്യലി പണ്ടെന്നോ ഞാനൊരു പുക വലിച്ചിട്ടുണ്ട്, പണ്ടെന്നോ ഞാനൊന്ന് മദ്യപിച്ചിട്ടുണ്ട്, എപ്പോഴോ ഒരു പാൻപരാഗ് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് പിന്നെ വരുന്ന ഏതൊരു വായിലെ ചെറിയ വ്രണവും എനിക്ക് ക്യാൻസർ ആണ്. അതുകൊണ്ട് നമ്മളിനി എത്ര പറഞ്ഞാലും പേഷ്യൻറ്റിന് അതൊരു പേടിയായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട. 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും പുകവലി ചെയ്തെന്നും പറഞ്ഞൊന്നും അങ്ങനെ ക്യാൻസർ വരില്ല. അപ്പം നമ്മളത് നോക്കണം. അപ്പോൾ ഒരു ഡോക്ടർ നോക്കി അത് ക്ലിനിക്കൽ പരിശോധനകളും ചിലപ്പോൾ ചില ടെസ്റ്റുകളും ആവശ്യമായി വരും. എങ്കിൽ മാത്രമേ അതൊരു ക്യാൻസർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കും. ഒരു പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് അത് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറുടെ സേവനം നിർബന്ധമായി നിങ്ങൾക്ക് ലഭ്യമായിരിക്കണം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഡോക്ടർ ഇപ്പോൾ സംസാരിച്ചത്. ഡോക്ടർ, മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് പ്രകാശനാണ്. പ്രകാശ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ പ്രകാശ്, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ 15 years ആയിട്ട് ഗൾഫ് ഉണ്ടായിരുന്നതാണ്. 16 വർഷമായി ഗൾഫിലാണ്. ഇപ്പൊ നാട്ടിലാണ്. അപ്പൊ അവിടെ ഒരു 2-3 വർഷമായിട്ട് നമുക്ക് ഇടയ്ക്ക് വായ്പുണ്ണ് വന്നിട്ട് അതൊരു മന്ത്ലി 1 time വെച്ച് വരും. അവിടെ പിന്നെ നമുക്ക് ഹോമിയോയും വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പൊ അവരത് ബി കോംപ്ലക്സും അങ്ങനെ തന്നിട്ട് ഇടയ്ക്ക് മാറും, പക്ഷെ പിന്നെയും വരും. നമുക്ക് ഓൾറെഡി IBS ഉള്ളതാണ്. എന്തുള്ളതാണ്? ഇറിറ്റബിൾ ബബിൾസും. അപ്പൊ നാട്ടിൽ വന്ന് എൻഡോസ്കോപ്പി എന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ മറ്റേ IBSന്റെ ഇത് അറിഞ്ഞു. ഇപ്പൊ നാട്ടിലാണ്. ഇപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ഇല്ല, പക്ഷെ ഇടയ്ക്ക് വരുന്ന ഒരു ഇതുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോ ആ ഒരു ക്ലൈമറ്റിന്റെ വെച്ച് ഇതാണോ അത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ആണോ ഇങ്ങനെ വന്നത്, നമുക്ക് അങ്ങനെ വീണ്ടും പോകുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ? എത്ര നാൾ നിൽക്കും പ്രകാശ് ഈ വായിൽ ഇങ്ങനെ അൾസർ വന്ന എത്ര ദിവസം നിൽക്കും? ഇത് വന്ന് എനിക്ക് ഒരു മാസത്തിൽ 1 പ്രാവശ്യം വരുമെന്നല്ലേ പറഞ്ഞത്? ആ വരുന്ന അൾസർ എത്ര നാൾ നിൽക്കും? ഒരു 1.5 ആഴ്ച അങ്ങനെയൊക്കെ നിൽക്കും. 1.5 ആഴ്ച. അപ്പം എന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കുമോ പ്രകാശ്? ബി കോംപ്ലക്സും ഇത് കഴിച്ചിട്ടാണ് കുറയണത്. ബി കോംപ്ലക്സ് അല്ലാതെ നമ്മളൊന്നും പെരട്ടാറില്ല, ബി കോംപ്ലക്സ് മാത്രം. പിന്നെ പെരട്ടാനുള്ള ഒരു ജെല്ലും കൂടെ തരാറുണ്ട്. ഒരു ജെല്ലും കൂടി തരാറുണ്ട്. ഓക്കെ. ആ ജെല്ല് പെരട്ടുമ്പോൾ ഒരു മരവിച്ച അവസ്ഥ? വേറൊരു ജെല്ലാണ്. എന്തോ ഈ ജെൽ നോർമലി കൊടുക്കണം, അതല്ല വേറൊരു ജെല്ലാണ്. അല്ല, അത് പെരട്ടുമ്പോ എങ്ങനെ ഒരു റിലീഫ് തോന്നാറുണ്ടോ? മരവിപ്പ് തോന്നാറുണ്ട്. ഓക്കെ. അത് 2 ആഴ്ച കൊണ്ട് മാറുന്നതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല. അല്ല, 2 ആഴ്ച കൊണ്ട് മാറി പിന്നെയും അത് വരും. അതാണ് ഒരാഴ്ച കഴിഞ്ഞ് കുറഞ്ഞിട്ട് വീണ്ടും അതും ആദ്യം വന്നത് നാക്കിന്റെ അറ്റത്താണ്. മനസ്സിലായി. നാക്കിന്റെ അറ്റത്ത് ഒരു ഡോട്ട് പോലെ വന്ന് പിന്നെ അത് 2 പ്രാവശ്യം വന്നപ്പോഴേക്കും വായനകത്ത് ഫുള്ള് അൾസർ പോലെ വന്നിട്ട് പിന്നെ നമുക്കത് ഈ ലിക്വിഡി ഭക്ഷണം മാത്രം കഴിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി. നല്ല വേദന അനുഭവപ്പെടാറുണ്ട്. നല്ല വായില് ഫുള്ള് നാക്കിലേക്കും മോണയിലൊക്കെ വന്നു. ഈ നാക്കിൽ വന്നതിന് ശേഷം പിന്നെ വാ മൊത്തം വരുമോ? അങ്ങനെയാണോ? വായിലേക്ക് മാറിയില്ലെങ്കിൽ പിന്നെ വായിൽ ഫുള്ള് വരും. ഓക്കെ. വായി ഫുള്ള് എന്ന് പറഞ്ഞാൽ ഒരു 10 എണ്ണത്തിൽ കൂടുതലൊക്കെ വരുമോ?
ഇല്ല 10 അങ്ങനെ. ഓക്കെ ഓക്കെ, ഇതാ വായ്പുണ്ണ് തന്നെയാണെന്നാണ് തോന്നുന്നത്. പിന്നെ പ്രകാശ് പറഞ്ഞ പോലെ ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഉള്ളവർക്ക് വായിൽ ഇത് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടാം. പിന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച്, നമ്മൾ കഴിക്കുന്ന ആഹാരം, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വായ്പുണ്ണുമായിട്ട്. ചില ആഹാരങ്ങളോട് നമുക്ക് ചിലപ്പോൾ അലർജി കാണും. ചിലർക്ക് ഈ കാഷ്യൂ നട്ട്സ്, ഡോക്ടർ ഒരു പ്രാവശ്യം പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് അലർജി, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് ശരിയാ, ചില എല്ലാവർക്കും അത് കണ്ടുപിടിക്കാൻ വലിയ വലിയ എന്തെങ്കിലും പ്രധാനപ്പെട്ട ആഹാരമാണെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ അവിടെ ആയതുകൊണ്ട് മിക്കവാറും ഈ പൊടികളൊക്കെ ആയിരിക്കുമല്ലോ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് അല്ലേ, കറിപ്പൊടികൾ, മസാല പൊടികളൊക്കെ ആയിരിക്കുമല്ലോ വാങ്ങിക്കുമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതിനകത്തൊക്കെ ഈ കെമിക്കൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ വായ്പുണ്ണ് വരാം. അതൊരു ഇമ്മ്യൂണോളജിക്കൽ, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ ഒരു വ്യത്യാസം കൊണ്ടും ഈ അസുഖം വരാം. അതുകൊണ്ട് ഇത് ഇന്നതുകൊണ്ടാണ് വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അത് ഇച്ചിരി കുറച്ച് ശ്രമപരമായ കാര്യമാണ്. എങ്കിലും അത് പേടിക്കേണ്ട കാര്യമില്ല. 2 ആഴ്ച കൊണ്ട് അത് മാറുന്നത് കൊണ്ട് അതങ്ങ് മാറിക്കോളും. പിന്നെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ബുദ്ധിമുട്ടാണ് പ്രകാശ്. അത് എന്ന് വെച്ചാൽ അത് ഈ വായ്പുണ്ടെന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ, പിന്നെ നമുക്ക് ചില ഈ ആയുർവേദ മരുന്നുകളൊക്കെ ചിലർ പറയുന്നുണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ആ മരുന്ന് കഴിച്ചു. പക്ഷേ ഞങ്ങൾ അതൊക്കെ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്, എങ്കിലും അത് വരും. പിന്നെ ഈ ടെൻഷൻ, എനിക്ക് ഈ വയറ്റിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ടെൻഷൻ ഉണ്ടെങ്കിലും ഇത് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. ഈ കുട്ടികൾക്ക് പരീക്ഷയുടെ സമയത്തൊക്കെ ഇത് കൂടുതലായിട്ട് വരും. അതുപോലെ സ്ത്രീകൾക്ക് ജോബ് സ്ട്രെസ് ഇത് തന്നെ ഈ സ്ട്രെസ് കൊണ്ടല്ല, പക്ഷെ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് വായ്പുണ്ണ്. അങ്ങനെ പ്രകാശ്, അതിന് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. അത് വന്ന് അതങ്ങ് പൊക്കോളും. ഈ പറഞ്ഞ ഓയിൻമെന്റ് കൊണ്ടുപോയാൽ മതി. ക്ലൈമറ്റ് വേരിയേഷൻസും ഒക്കെ കൊണ്ട് ഇതിനകത്ത് വരാം. നാട്ടില് ക്ലൈമറ്റ് മാത്രമല്ല പ്രകാശിന്റെ ഫാമിലി മൊത്തം പ്രകാശിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് പ്രകാശിന്. ആണോ, ഫാമിലി ഉണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ, ഓ ശരി 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 ശരി. എന്നാലും പ്രകാശ് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതങ്ങനെ പേടിക്കുകയോ ഇതിനായിട്ട് പ്രത്യേകം ചികിത്സ ചെയ്യുകയോ ഒന്നും വേണ്ട. ഇല്ലില്ല, വേറെ ടെസ്റ്റുകൾക്കൊന്നും പോകണ്ട. അത് മാറുകയല്ലേ, പുതിയ വായ്പുണ്ണല്ലേ വരുന്നത് പ്രകാശ്. അതേ വായ്പുണ്ണ് തന്നെ നിൽക്കുകയല്ലോ, അത് മാറിയിട്ട് പിന്നെ പുതിയതല്ലേ വരുന്നത്. നമ്മളങ്ങനെ എന്ത് ടെസ്റ്റ് ചെയ്തിട്ടും അതുകൊണ്ട് വലിയൊരു പ്രയോജനം പ്രകാശനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് വരുമ്പോഴേ ആ ജെല്ല് 2 പ്രാവശ്യമോ അല്ലെങ്കിൽ 3 പ്രാവശ്യമോ ആഹാരത്തിന് മുമ്പ് പുരട്ടിയിട്ട് അതങ്ങ് വേദന കുറയും. ഈവൻ നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, ടൂത്ത് പേസ്റ്റ് എടുത്ത് അവിടെ വെച്ചാലും നമുക്ക് പെയിൻ റിലീഫ് കിട്ടും. ടൂത്ത് പേസ്റ്റിലും ചെറുതായിട്ട് ഈ അനസ്തെറ്റിക് ഏജൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെടുത്ത് വെച്ചാൽ പോലും നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ലാസ്റ്റ് ഡോക്ടറെ കണ്ടപ്പോഴേക്കും ബി കോംപ്ലക്സും തന്നു. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ മറ്റേ വയറിന്റെ റിലേറ്റഡ് ഡോക്ടറെ പോയി കാണാനാണ് പറഞ്ഞു. ബി കോംപ്ലക്സ് നല്ല ഒരു പരിധി വരെ നല്ലതാണ്. എന്നാലും ബി കോംപ്ലക്സ് കഴിച്ചു എന്നുള്ളത് കൊണ്ട് ഇത് വരാതിരിക്കില്ല. അതാണ്. അതിങ്ങനെ എനിക്കിത് അടുത്ത മാസം വരുമോ എന്ന് ടെൻഷൻ അടിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് പ്രകാശ് അതിനെപ്പറ്റി അത് വരുമ്പോൾ നമുക്കത് വന്നങ്ങ് പോകട്ടെ എന്ന രീതിയിൽ നിന്നാൽ മതി കേട്ടോ. ശരിക്കും ഹലോ ഡോക്ടറിലേക്ക് ഡോക്ടർ മറ്റൊരു പ്രേക്ഷകനിലേക്കാണ്. റിനോജ് ആണ് മലപ്പുറത്ത് നിന്നും. റിനോജ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ മാഡം, പറഞ്ഞോളൂ റിനോജ്. എന്റെ വൈഫിന്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. അവളെ കല്യാണം കഴിക്കാൻ ഒരു 18-ാം വയസ്സിലാണ്. അന്ന് തൊട്ടുള്ള ഫുൾ ടൈം അവൾക്ക് ഇത് തന്നെയാണ് വായ്പുണ്ണ്. അത് ചിലപ്പോ 15 ദിവസം നിൽക്കും, 20 ദിവസം നിൽക്കും, വീണ്ടും തുടങ്ങും. ഒരു ഡെലിവറി ടൈമില് ഫസ്റ്റ് ആ ടൈം വരെ 2-3 മാസം വരെ അതില്ലായിരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുവിധം കോഴിക്കോട് ഞങ്ങള് ഇത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിന്റെ ബോർഡറാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുവിധം ഡോക്ടർമാരൊക്കെ കാണിച്ചു. ഇതുവരെ എല്ലാം കാണിക്കുമ്പോ എല്ലാരും പറയും നിങ്ങളെ പേസ്റ്റ് ഉപയോഗിക്കണം, കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കണത്. അതൊക്കെ ഒരുവിധമൊക്കെ ഉപയോഗിച്ച് നോക്കി എല്ലാം ഞങ്ങൾ ക്ലിയർ ആയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ തുടർന്നും കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. റിനോജ്, ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പ്രകാശ് വിളിച്ചപ്പോഴും പറഞ്ഞത്. ഞാൻ കണ്ടോണ്ടിരുന്നാണ്. അതെ, അത് തന്നെയാണ്. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതങ്ങനെ വരുമ്പോൾ ഇച്ചിരി വേദനയുണ്ട്, ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നതിൽ കവിഞ്ഞ് ഇതുകൊണ്ട് ഒരു ദോഷവും നമുക്കുണ്ടാവില്ല. അപ്പോൾ ഈ ആഹാരം കഴിക്കുമ്പോഴുള്ള വേദനയിൽ നിന്ന് രക്ഷ നേടാനാണ് നമ്മൾ ആ അനസ്തെറ്റിക് ജെല്ല് എന്തെങ്കിലും ഈ മരവിക്കുന്ന ജെല്ല് എന്തെങ്കിലും പുരട്ടാൻ നമ്മൾ പറയുന്നത്. അത് പുരട്ടിയാൽ പിന്നെ കുറച്ചും കൂടെ ഹീലിംഗ് എളുപ്പമാക്കാൻ അതുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഈ അനസ്തെറ്റിക് ജെല്ലിൻ്റെ കൂടെ നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ജെല്ലുകളുണ്ട്. മെട്രോഡസോൾ പോലത്തെ മരുന്നുകൾ കലർത്തിയിട്ടുള്ള ജെൽ. അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ ഉണങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടെ വേഗത്തിൽ ഇത് ഉണങ്ങും 3 നേരം ഉപയോഗിച്ചാൽ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ചാൽ മതി, അതങ്ങ് മാറിക്കോളും.
അതിനെപ്പറ്റി നമ്മളിങ്ങനെ പിന്നെ ഇത്രയും കെയറിങ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന റിനോജ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നാൽ ഇത്രയും നമ്മൾ അതിനെപ്പറ്റി അങ്ങ് വറി ചെയ്യണ്ട. നമ്മളിതിനെപ്പറ്റി വറി ചെയ്യുമ്പം റിനോജിൻ്റെ വൈഫ് കുറച്ചുകൂടെ സ്ട്രെസ്ഡ് ആവും. അപ്പോൾ എനിക്കെന്തോ വലിയ അസുഖമാണെന്ന് തോന്നും. അപ്പോൾ ആ ഒരു സ്ട്രെസ്സും ഒക്കെ ഇതിന് പിന്നെ ഇത് വീണ്ടും വീണ്ടും വരാൻ കാരണമാകും. അപ്പോൾ ഇതിനെ ഒരു വളരെ ചെറിയ ഒരു രോഗമായിട്ട് ആദ്യം കാണാൻ നോക്കുക. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, ഈ ലോകത്തെ അവൈലബിൾ അല്ല. അപ്പോൾ അതിങ്ങനെ വരും. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അലർജി ഉണ്ടോ, ഏതെങ്കിലും ആഹാരം കഴിക്കുമ്പോഴാണോ, പിന്നെ ഈ പീരീഡ്സ് മാസമുറ പോലുള്ള സമയങ്ങൾ വരുമ്പോൾ ഇത് കൂടുതലായിട്ട് വരാം. പിന്നെ കുട്ടികൾക്ക് വല്ല പരീക്ഷകളോ എന്തെങ്കിലും വരുമ്പോൾ അമ്മമാർക്കും ഒക്കെ ഇത് വരും. അങ്ങനെ സ്ട്രെസ്സ് ഇതിനെ ഒരു ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ റിനോജ് ടെൻഷനൊന്നും അടിക്കേണ്ട, ഇതങ്ങ് മാറിക്കോളും, പതുക്കെ പതുക്കെ ഇതങ്ങ് മാറിക്കോളും. അപ്പോൾ വരുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റ് ഇട്ടാൽ മതി. റിനോജിന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരത്തിൽ വായിൽ വരുന്ന ഇപ്പോൾ വായ്പുണ്ണിനെ പറ്റി ഡോക്ടർ സംസാരിച്ചു, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം വായിൽ വരുമല്ലോ, ഇതിനെല്ലാമുള്ള ചികിത്സാ രീതികളെ പറ്റി ഒന്ന് വിവരിക്കാമോ? ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിൽ ഈ പറയുന്ന വ്രണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുണ്ട്. അപ്പോൾ ഓരോ വ്രണത്തിനും ഓരോ ചികിത്സയാണ്. ഇപ്പോൾ പറഞ്ഞ വായ്പുണ്ണി നമുക്ക് വളരെ നിസ്സാരമായി ഈ പറഞ്ഞ അനസ്തെറ്റിക് ജെല്ലും പിന്നെ മെട്രോഡസോൾ ആണെങ്കിൽ അങ്ങനത്തെ മരുന്നുകളുള്ള ജെല്ലുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരുപാട് പേഷ്യൻസിന് പെട്ടെന്ന് ഇത് ഉണങ്ങുകയും അത് വേദനയ്ക്കുള്ള ഒരു റിലീഫ് കിട്ടുകയും ചെയ്യും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലൈക്കൻ പ്ലാനസ് അല്ലെങ്കിൽ പെംഫിഗസ് എന്നീ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ഇതെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും തൊലിപ്പുറത്ത് വരുന്ന അസുഖങ്ങൾ വായ്ക്കകത്ത് വരുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്രോണിക് ഡിസീസാണ്. അതായത് കുറേ നാൾ നമ്മുടെ കൂടെ തന്നെ ഈ അസുഖം കാണും. അതിനിടയ്ക്ക് വെച്ചിട്ട് നല്ലവണ്ണം കുറയും. നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഈ ലൈക്കൻ പ്ലാനസ് ആയാലും പെംഫിഗസ് ആയാലും നമുക്ക് വേദന, അതിൻ്റെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ അൾസർ വന്നിട്ട് ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ചൂടുള്ളതോ അല്ലെങ്കിൽ എരിയുള്ളതോ പുളിയുള്ളതോ ഉള്ള ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് അസഹനീയമായ വേദനയുണ്ടാകും. ബ്രഷ് ചെയ്യുക, ഇപ്പോൾ മോണയിലൊക്കെയാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് ചെയ്യുക, നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഇത് വളരെ സാരമായി ബാധിക്കും. ഒരു ബ്രഷ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നേരെ എവിടെയെങ്കിലും ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ പോകുമ്പോൾ ആഹാരം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഇതെന്നൊക്കെ പറയുന്നത് നമുക്ക് ചെറിയ കാര്യമാണെങ്കിലും ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഈ ലൈക്കൻ പ്ലാനസിലും പെംഫിഗസ് പോലുള്ള അസുഖങ്ങൾ നമ്മൾ കൊടുക്കുന്നത് സ്റ്റീറോയിഡാണ്. സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഓയിൻമെൻറ്റായിട്ട് കൊടുക്കും. ഓയിൻമെൻറ്റായിട്ട് കൊടുത്ത് പേഷ്യൻറ്റിന് അതിൽ നിന്ന് ഒരു റിലീഫ് ഉണ്ടെങ്കിൽ അത് തന്നെ കുറച്ച് നാൾ ഈ അസുഖങ്ങൾ നല്ലവണ്ണം ഒന്ന് കുറയുന്നിടം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ചില പേഷ്യൻറ്റിന് ഈ ഇത് ഓയിൻമെൻറ്റ് പുരട്ടിയാൽ ഒരു വ്യത്യാസവും വരില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ മൗത്ത് വാഷ് കൊടുക്കും. പിന്നെ സിസ്റ്റമിക്കായിട്ട് അകത്തോട്ട് വായിൽ ഗുളികയായിട്ട് നമ്മൾ കഴിക്കാൻ കൊടുക്കും. അങ്ങനെയൊക്കെ ഇത് സ്റ്റീറോയിഡാണ് ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഇത്തരം അസുഖങ്ങളുടെ. അപ്പോൾ സ്റ്റീറോയിഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു കാലയളവിൽ കൂടുതൽ ഇതിങ്ങനെ കൊടുക്കാനും പറ്റില്ല. മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടാകും. ലൈക്ക് നമ്മുടെ ഷുഗർ ഇപ്പം ഒരു 30-40 വയസ്സ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ ഇതൊക്കെ കൂടാൻ ഇത് കാരണമായേക്കാം. അപ്പോൾ നമുക്ക് അതും നോക്കണം. നമുക്ക് വേറെ ബുദ്ധിമുട്ട് സ്റ്റീറോയിഡിൻ്റേതായ സൈഡ് ഇഫക്ട്സ് ഒന്നും വരാത്തതും നമ്മൾ നോക്കണം. എന്നാൽ പേഷ്യൻറ്റിൻ്റെ ഈ ബുദ്ധിമുട്ടുകൾ കുറയാനും വേണം. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് ആയിട്ട് നമ്മുടെ ഒരു ഓറൽ മെഡിസിൻ റേഡിയോളജിസ്റ്റിൻ്റെ ഒരു മേൽനോട്ടത്തിലേ ഇത് നമുക്കത് ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ ഇങ്ങനത്തെ അസുഖങ്ങൾ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് കൊടുക്കും. ഈ ആൻറ്റി ഓക്സിഡൻസും ഈ അസുഖങ്ങൾ കുറയാനും ഇനി വീണ്ടും വരാതിരിക്കാനും ഒക്കെ നമുക്ക് പേഷ്യൻസിനെ ഒരു പരിധിവരെ അത് സഹായിക്കുന്നുണ്ട്. പിന്നെ സ്റ്റീറോയിഡിന് പകരമായിട്ട് കൊടുക്കാൻ വേറെ ഇമ്യൂണോസപ്രസൻസ് വേറെ മരുന്നുകളുണ്ട്. പക്ഷേ അതിനുമൊക്കെ സൈഡ് ഇഫക്ട്സ് അതിൻ്റെയൊക്കെ ഗുണങ്ങളെക്കാളും അതിന് ദോഷങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ ഈ ലൈക്കൻ പ്ലാനസ് ആയാലും പെംഫിഗസ് ആയാലും നമ്മുടെ ഈ രോഗപ്രതിരോധ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. നമ്മുടെ തന്നെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കെതിരായിട്ട് നമ്മുടെ ബോഡി തന്നെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ആൻറ്റിബോഡിയും ഈ നമ്മുടെ ശരീരവുമായിട്ടുള്ള റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം വരുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് തനിയെ അങ്ങ് കുറയും. എന്നിട്ട് പക്ഷെ വീണ്ടും ഇത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റീറോയിഡാണ് ഇങ്ങനത്തെ അസുഖങ്ങൾക്ക് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മുടെ പുകവലി ഒക്കെ ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ലുക്കോപ്ലേക്കിയ പോലുള്ളതൊക്കെ ആണെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. അതും ഓരോ പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ചികിത്സാ രീതി. തീർച്ചയായും ഡോക്ടർ, വ്യക്തമാണ്. സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. വായിൽ വരുന്ന പുണ്ണുകളെ പറ്റിയും അല്ലെങ്കിൽ വ്രണങ്ങളെ പറ്റിയുമൊക്കെയാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയെല്ലാം ഡോക്ടർ വളരെ വ്യക്തമായി സംസാരിച്ചു. തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെ ഓറൽ മെഡിസിൻ ആൻഡ് ഓങ്കോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ടിങ്കി ബോസിയാണ് നമ്മോടൊപ്പം സംസാരിച്ചത്. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.